നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന് പ്രളയ ധനസഹായമായി കേന്ദ്ര സർക്കാർ 145.6 കോടി രൂപ അനുവദിച്ചു. വയനാട് ദുരന്തമുണ്ടായി 2 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് കേന്ദ്രവിഹിതം അനുവദിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 1000 കോടി രൂപ വായ്പയെടുക്കാൻ തയ്യാറാവുകയാണ് സംസ്ഥാന സർക്കാർ. പെൻഷൻ മുടങ്ങാതിരിക്കാൻ പണം സമാഹരിക്കുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചിരുന്നുവെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടിയിരുന്നില്ല. ഇതോടെയാണ് KFCയെ ആശ്രയിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ KFCക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പണം കടമെടുക്കുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയം തിങ്കളാഴ്ച പിന്നിട്ടു. 56 ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയത്. അടിസ്ഥാന പട്ടികയിൽ 63 ലക്ഷം പേരാണുള്ളത്. എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം 50 ലക്ഷം പേരാണ്. അതിനേക്കാൾ 6 ലക്ഷം പേർ കൂടുതലായി മസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് നടത്തിയതിനാലാകാം ഇതെന്ന് സർക്കാർ കരുതുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നവരുണ്ടെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് നേരിട്ടിറങ്ങി ഇറാനും. ഇസ്രയേലിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ലെബനനിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ടെൽ അവീവിലെയും ജെറുസലേമിലെയും ലക്ഷ്യം വെച്ച് ഇറാൻ 100 കണക്കിന് മിസൈലുകൾ അയച്ചത്. ഇസ്രയേലിനെതിരെ 180-ലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രയേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ജോർദാനിലും മിസൈൽ ആക്രമണം ഉണ്ടായതായും ഇസ്രയേലിൽ പരക്കെ അതിശക്തമായ ആക്രമണമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ ഇസ്രയേലിനെ സഹായിച്ചതായി പെന്റഗൺ. 12 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വഴി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തുവെന്നും മേഖലയിൽ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഇതിന് മുൻഗണന നൽകുമെന്നും US ഡിഫൻസ് വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തെ ഇസ്രയേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു. ഇസ്രയേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും. ഇറാന്റെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു. മേഖലയിലെ സംഘർഷം പരിഹരിക്കണമെന്നും ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. റോത്താഗിയിലെ മഞ്ഞുമലയിൽ 56 വർഷത്തിനു ശേഷം കണ്ടെത്തിയ സൈനികരുടെ മൃതദേഹത്തിൽ നിന്ന് പഴയ കുറിപ്പുകൾ ഉൾപ്പെടെ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാനടക്കം 4 പേരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. തോമസ് ചെറിയാന്റെ മൃതദേഹം ഹിമാചലിലെ ലോസർഖാസ് ഹെലിപ്പാഡിലെത്തിച്ചെന്നും നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണെന്നും കരസേന അറിയിച്ചു. BJP ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്നും രാജ്യത്തെ വിരലിലെണ്ണാവുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നതെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർഷകർക്ക് ഒരു വിവാഹം നടത്തണമെങ്കിൽ കടത്തിൽ മുങ്ങണമെന്നും എന്നാൽ ഇന്ത്യയിലെ 25 കോടീശ്വരന്മാർക്ക് വിവാഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നരേന്ദ്രമോദി വികസിപ്പിച്ചെടുത്തെന്നും രാഹുൽ പറഞ്ഞു. മുകേഷ് അംബാനി മകന്റെ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ച ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തെ ജനങ്ങളുടെ പണമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പന്നനായി മെറ്റയുടെ CEO മാർക്ക് സക്കർബർഗ്. $200 ബില്യൺ കടന്നിരിക്കുകയാണ് സക്കർബർഗിന്റെ ആസ്തി. ബ്ലൂംബർഗിന്റെ ശതകോടീശ്വരൻ സൂചിക പ്രകാരം ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, ടെസ്ല CEO എലോൺ മസ്ക്, LVMH ചെയർമാൻ ബെർണാഡ് അർണോട്ട് എന്നിവരാണ് മാർക്ക് സക്കർബർഗിന് മുൻപിലുള്ള മറ്റു സമ്പന്നർ. സക്കർബർഗിന്റെ ആസ്തി ഇപ്പോൾ $201 ബില്യൺ ആണ്. ഇതോടെ സമ്പന്നരുടെ എലൈറ്റ് ക്ലബിൽ കയറിയിരിക്കുകയാണ് സക്കർബർഗ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ആസ്തി $211 ബില്യൺ ആണ്. LVMH ചെയർമാൻ ബെർണാഡ് അർണോൾഡിന്റെ ആസ്തി $207 ബില്യൺ. ലോകത്തിലെ ഏറ്റവും ധനികനായ ഇലോൺ മസ്കിന്റെ ആസ്തി $272 ബില്യൺ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 11-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഇതു സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കി. സ്കൂൾ കലോത്സവത്തിൽ ഇനി ഗോത്രകലകളും മത്സര ഇനമാകും. 5 ആദിവാസി ഗോത്ര നൃത്തരൂപങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ കലോത്സവ മാനുവൽ പരിഷ്കരിച്ചു. മാവിലരുടെയും മലവേട്ടുവരുടെയും മംഗലം കളി, പണിയരുടെ കമ്പളക്കളി, വട്ടക്കളി അഥവാ പണിയ നൃത്തം, ഇരുളരുടെ നൃത്തമായ ഇരുള നൃത്തം അഥവാ ആട്ടംപാട്ടം, പുളിയരുടെ പുളിയ നൃത്തം, മാവിലരുടെയും മലവേട്ടുവരുടെയും മംഗലം കളി, പണിയരുടെ കമ്പളക്കളി, വട്ടക്കളി അഥവാ പണിയ നൃത്തം,
ഇരുളരുടെ നൃത്തമായ ഇരുള നൃത്തം അഥവാ ആട്ടം പാട്ടം, പളിയരുടെ പളിയ നൃത്തം, മലയപ്പുലയരുടെ ആട്ടം എന്നീ ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് മാനുവൽ പരിഷ്കരിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ഇല്ലാതെയുള്ള പ്രാക്ടീസ് കുറ്റകരമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നിലവിലുള്ള നിയമമനുസരിച്ച് മാത്രമേ സംസ്ഥാനത്ത് പ്രാക്ടീസ് നടത്താൻ പാടുള്ളൂ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ നിശ്ചിത യോഗ്യതയുള്ളവരാണെന്നും രജിസ്റ്റർ ചെയ്തവരാണെന്നും ഉറപ്പുവരുത്തേണ്ടത് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. തലസ്ഥാനത്ത് നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ചൊവ്വാഴ്ച പുലർച്ചെ പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഉടവാൾ കൈമാറ്റം നടന്നു. പട്ടുവിരിച്ച പീഠത്തിൽ സൂക്ഷിച്ച ഉടവാൾ സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശിൽ നിന്നും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരിച്ചു. തുടർന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ആചാരപ്രകാരം കന്യാകുമാരി ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രഭാ രാമകൃഷ്ണന് കൈമാറി. കേരള തമിഴ്നാട് സായുധ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഘോഷയാത്ര കൊട്ടാരമുറ്റത്തേക്ക് നീങ്ങി. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. രാവിലെ 9:30 ആനപ്പുറത്തേറി ഘോഷയാത്രയായി സരസ്വതി വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളി. തൊട്ടു പിന്നാലെ അലങ്കരിച്ച ഇരു പല്ലക്കുകളിലായി വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രം 300 നങ്കയും. കുമാരസ്വാമിയെ കരമന മുതൽ വെള്ളി കുതിരപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത്. സന്ധ്യയോടെ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ഘോഷയാത്രയെ ആചാരപ്രകാരം വരവേൽക്കും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തുന്നത്. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജയ്ക്ക് ശേഷം ഒരു ദിവസത്തെ നല്ലിരിപ്പിന് ശേഷം 3 വിഗ്രഹങ്ങളും തിരുവനന്തപുരത്തു നിന്നും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കാണുന്നത്. അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചു. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും ജിതിൻ പറഞ്ഞു. കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഈ 21-ാം നൂറ്റാണ്ടിലും സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്ന ആവശ്യം ഉയരുന്നത് ആശങ്കയായി ആർക്കും തോന്നുന്നില്ലേ എന്നും ജില്ലാ കളക്ടർമാർക്ക് ഇവിടെ എന്താണ് പണിയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. കൊച്ചിയിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുകയും 5,000 രൂപ വീതം പിഴ ഈടാക്കുകയും ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ളവർ എന്ന നിലയിൽ റോഡിലെ കുഴികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടികൾ എടുത്തില്ലെന്നും കോടതി ആരാഞ്ഞു. എറണാകുളം ജില്ലയിലെ BJPയുടെ മുതിർന്ന നേതാവിന്റെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇതേ ബോർഡുകൾ സ്ഥാപിച്ചത് കോടതി ചൂണ്ടിക്കാട്ടി. ബോർഡുകൾ സ്ഥാപിച്ചവർക്കും അതിന്റെ ഏജൻസിക്കുമെതിരെ നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ കോർപ്പറേഷന് ഇത്ര ഭയമാണോ എന്ന് കോടതി ആരാഞ്ഞു. കേസിലെ അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നൽകിയ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. രാജ്യത്തെ രാഷ്ട്രപതിയും സാധാരണക്കാരനും ഭരണഘടനയ്ക്ക് മുന്നിൽ സമന്മാരാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന് സംസ്ഥാന സർക്കാരിന്റെ 2024 വയോസേവന പുരസ്കാരം. മേയർ വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. തിരൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്ന് പുരസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി.